അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അഹ്ലൻ ബിക്കും വസഹ്ലൻ മർഹബൻ ലക്കും ഇലാ ഖനാതിന. UGC നെറ്റ് അറബിക് ലാംഗ്വേജ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. 7th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അൽ അദബുൽ അറബി അൽ ഹദീസ്. കുത്താബുൽ ഖിസ്സ അൽ ഖസീറ ഫിൽ അദബിൽ അറബി അൽ ഹദീസ്. സമകാലിക അറബി സാഹിത്യത്തിലെ ചെറുകഥാകൃത്തുകളായ പ്രധാനപ്പെട്ട 6 എഴുത്തുകാരാണുള്ളത്. മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി, മഹ്മൂദ് തൈമൂർ, ഇഹ്സാൻ അബ്ദുൽ ഖദ്ദൂസ്, യഹ്യ ഹഖി, യൂസുഫ് ഇദ്രീസ്, സക്കരിയ താമിർ. ഇവരുടെ ജീവിതവും സാഹിത്യങ്ങളും ചർച്ച ചെയ്യാം. മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി. അറബി സാഹിത്യത്തിൽ അൽ മൻഫലൂത്തി എന്നറിയപ്പെടുന്ന മുസ്തഫ ലുത്ഫി മൻഫലൂത്തി 1876 ഈജിപ്തുകാരനായ പിതാവിൻ്റെയും തുർക്കിക്കാരിയായ ഉമ്മയുടെയും മകനായി 1876 മിസ്റിലെ മൻഫലൂത്ത് എന്ന ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. 1923 അദ്ദേഹത്തിൻ്റെ മരണം. 5-ാം വയസ്സിൽ സ്വന്തം ഗ്രാമത്തിൽ നിന്നും പഠനമാരംഭിച്ച അദ്ദേഹം 9-ാം വയസ്സിൽ ഖുർആൻ ഹൃദ്യസ്ഥമാക്കുന്നു. പിന്നീട് കൈറോയിൽ പോയി ജാമിയത്തുൽ അസ്ഹറിൽ പഠിക്കുന്നു. 10 വർഷത്തെ അസ്ഹർ പഠനത്തിനിടയിൽ മുഹമ്മദ് അബ്ദുവിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ തൽപരനാവുന്നു. അദ്ദേഹത്തിൻ്റെ ഖുർആൻ വ്യാഖ്യാനങ്ങളും ക്ലാസ്സുകളും അദ്ദേഹത്തെ കൂടുതലായി സ്വാധീനിക്കുന്നുണ്ട്. സുജിന ബിനലുമി ഹജഇൻ ലി ഖുദൈ അബ്ബാസ്. ഭരണാധിപനായ ഖുദൈ അബ്ബാസിനെതിരെ വിമർശിച്ചു കവിത എഴുതിയതിനാൽ അദ്ദേഹം കുറച്ചുകാലം ജയിൽവാസം അനുഭവിക്കുന്നു. അറബി ഭാഷ മാത്രം വശമുണ്ടായിരുന്ന അദ്ദേഹം ഫ്രഞ്ച്, ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നും തർജ്ജമ ചെയ്യപ്പെട്ട സാഹിത്യ ഗ്രന്ഥങ്ങൾ വായിച്ച് അവയിൽ ആകൃഷ്ടനാവുകയും പിന്നീട് തൻ്റെ സുഹൃത്തുക്കളോട് ഫ്രഞ്ച്, ഇംഗ്ലീഷ് ഭാഷകൾ അറിയുന്ന സുഹൃത്തുക്കളുടെ സഹായത്താൽ അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ അറബി സാഹിത്യത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് തൻ്റേതായ ശൈലിയിൽ അവ രചിക്കുകയും ചെയ്യുന്നു. യുഅബ്ബിറു അഹാസീസൽ മുജ്തമഇ ബിതഅബീരിഹിൽ ജദ്ദാബത്തിൽ ബലീഗ. സമൂഹത്തിൻ്റെ വികാരങ്ങളും ആശയങ്ങളും ഹൃദയസ്പർശിയായ സാഹിത്യത്തിൽ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മികവ് മറ്റുള്ള സാഹിത്യകാരന്മാരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ: അശ്ശാഇർ, റിവായത്തുൻ മുതർജമ ലിൽ കാത്തിബിൽ ഫറൻസി എഡ്മണ്ട് റൂസ്സാൻ. സാമുദായിക വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഫ്രഞ്ച് സാഹിത്യകാരനായ എഡ്മണ്ട് റൂസ്സാൻ എഴുതിയ നോവലിൻ്റെ തർജുമയാണ് അശ്ശാഇർ എന്ന കൃതി. അൽ ഫളീല, റിവായത്തുൻ മുതർജമ ലിൽ കാത്തിബിൽ ഫറൻസി ബർണാഡ് ദീസാൻ. ബർണാഡ് ദീസാൻ എഴുതിയ നോവലിൻ്റെ തർജുമയാണ് അൽ ഫളീല. അൻ നളറാത്ത്, മജ്മുഅത്തുൽ മഖാലാത്തിൽ മൻഷൂറ ഫിൽ മുഅയ്യദ്. അൽ മുഅയ്യദ് മാഗസിനിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ മഖാലകളുടെ സമാഹരണമാണ് അൻ നളറാത്ത്. ഇജ്തിമാ, സിയാസ, അദബ്. സാഹിത്യവും രാഷ്ട്രീയവും സാമുദായികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങളുടെ സമാഹരണമാണ് അൻ നളറാത്ത്. അൽ അബറാത്ത്, മജ്മുഅത്തുൽ ഖിസസി അത്തിസ്ഇ. 9 കഥകളുടെ സമാഹരണമാണ് അൽ അബറാത്ത് എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം. അൽ യതീം, അൽ ഹിജാബ്, അൽ ഹാവിയ എന്ന 3 കഥകളും അദ്ദേഹം സ്വന്തം എഴുതിയ 3 കഥകളും. അൽ ഇഖാബ്, ആശയം കടമെടുത്ത് എഴുതിയ അൽ ഇഖാബും. അശുഹദ, അൽ ദിക്റ, അൽ ജസാ, അൽ ളുഹിയ്യ, അൽ ഇന്തികാം തുടങ്ങി ട്രാൻസ്ലേറ്റ് ചെയ്ത 5 കഥകളുടെയും സമാഹരണമാണ് അൽ അബറാത്ത് എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം. ഫി സബീലി താജ്, റിവായത്തുൻ മുതർജമ ഫറൻസിയ ലിൽ കാത്തിബിൽ ഫറൻസി ഫ്രാൻസോ കോബിയ. ഫ്രഞ്ച് സാഹിത്യകാരനായ ഫ്രാൻസോ കോബിയയുടെ നോവലിൻ്റെ തർജ്ജമയാണ് ഫി സബീലി താജ് എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം. മാജുദുലീൻ തഹ്ത ളിലാലി സൈസഫൂൻ, റിവായത്തുൻ മുതർജമ ലിൽ കാത്തിബിൽ ഫറൻസി അൽഫോൻസ് കാർ. ഫ്രഞ്ച് സാഹിത്യകാരനായ അൽഫോൻസ് കാർ രചിച്ച നോവലിൻ്റെ തർജ്ജമയാണ് തഹ്ത ളിലാലി സൈസഫൂൻ എന്നറിയപ്പെടുന്ന മാജുദുലീൻ. മാജുദുലീൻ ഇസ്മു ബത്തുലത്തി റിവായ. ആ നോവലിലെ നായികയാണ് മാജുദുലീൻ. അവളുടെ പേര് വെച്ചിട്ടാണ് മാജുദുലീൻ എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുള്ളത്.